നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADGP അജിത് കുമാർ ഇപ്പോഴിതാ ശശി തരൂർ BJPയിലേക്ക് പോകുമോ എന്നൊരു ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി ആവർത്തിച്ച് ചോദിക്കുകയാണ്. സഖികെട്ട് തരൂർ തന്നെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഇപ്പോഴിതാ ADGP അജിത് കുമാർ RSS നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ പേരിൽ ഭരണകക്ഷിയായ CPM-നെ കുഴപ്പിക്കുന്ന കോൺഗ്രസ് പ്രഹരമായി സ്വന്തം MP തന്നെ BJP തട്ടകത്തിലേക്ക് പോകുന്നു എന്ന സൂചന പുറത്തുവരികയാണ്. തിരുവനന്തപുരം MPയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിനെ കേന്ദ്രീകരിച്ചാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് എങ്കിലും അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. MPയും BJP കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും BJP സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യക്കുറവുണ്ടെന്നും കേൾക്കുന്നു. എന്നാൽ മുതിർന്ന നേതാവിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചാൽ കേരളത്തിൽ അത് രാഷ്ട്രീയമായി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങൾ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ശശി തരൂരുമായി ബന്ധപ്പെട്ട BJP പ്രവേശന വാർത്ത പ്രചരിക്കുന്നത് ആദ്യമായല്ല. അന്നൊക്കെ അദ്ദേഹം തള്ളുകയും ചെയ്തിരുന്നു. തരൂർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്ന വാർത്തയും പുറത്തുവരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൂചിപ്പിച്ച് ശിവലിംഗത്തിൽ തേൾ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസ് റദ്ദാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയാണ്. അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹി വിചാരണ കോടതി ഇന്ന് കേസ് പരിഗണിക്കാനിരിക്കെയാണ് നീക്കം. ഉടൻ ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉടൻ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പ്രതികരിച്ചു. ശശി തരൂരിന്റെ ആവശ്യം നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. തരൂരും മാനനഷ്ട കേസിലെ ഹർജിക്കാരനായ BJP നേതാവ് രാജീവ് ബബ്ബറും ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. 2018 ബംഗളൂരു സാഹിത്യോത്സവത്തിലാണ് വിവാദ പരാമർശം നടന്നിരുന്നത്.